സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 24-ാം വാക്യം. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞുപോകും. ജീവയാത്ര എന്നത് പല ആശയങ്ങളിൽ ചിന്തിക്കാൻ കഴിയും. പ്രാഥമികമായി ജീവിതയാത്ര എന്ന് പറയാമെങ്കിലും ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ജീവന്റെ യാത്ര എന്നാണ് കൂടുതൽ യോജിക്കുക. ജീവനിൽ വളർന്നുകൊണ്ടിരിക്കുന്ന യാത്ര എന്ന അർത്ഥത്തിലും ഈ വാക്യത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ചില വ്യക്തികളെ ബുദ്ധിമാനെന്നോ ജ്ഞാനി എന്നോ ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അവരുടെ വിജയകരമായ പല തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും സമൂഹത്തിനായുള്ള സംഭാവനകളും ഒക്കെ പരിഗണിച്ചാകാം അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ശ്രമിച്ച് പരാജയപ്പെട്ടവർ ചിലരെങ്കിലും ഈ ഗണത്തിൽ പെടുത്താവുന്നതാണെങ്കിലും അവരുടെ ഉദ്യമം വിജയം കാണാത്തതിനാൽ അവരെ ആരും ഗണ്യമാക്കുന്നില്ല. മനുഷ്യൻ്റെ മുമ്പിൽ കാണാൻ കഴിയുന്ന ഫലമുണ്ടാക്കുന്നവരെ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ. എന്നാൽ താൽക്കാലിക നേട്ടങ്ങൾക്കുപരി നിലനിൽക്കുന്നതും അടുത്ത തലമുറകൾക്കും പ്രയോജനം ചെയ്യുന്നതുമായ മഹത്തായ കാര്യങ്ങളെ വിഭാവനം ചെയ്യുന്നവർ മഹാജ്ഞാനികളാണ്. അവർ തങ്ങളുടെ കാലഘട്ടത്തിൽ വേണ്ട വിധത്തിൽ മാനിക്കപ്പെടണമെന്നില്ല. ബൈബിളിൽ ബുദ്ധിമാൻ എന്ന് പറയുന്നത് ഈ താൽക്കാലിക ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്തവരെയല്ല. അങ്ങനെയുള്ളവർ ആവശ്യമില്ലെന്നല്ല, ഉപരിയായി തങ്ങളുടെ ആത്മാവിൻ്റെ വില തിരിച്ചറിയുകയും ഈ ജീവിതത്തിനപ്പുറം നിത്യതയ്ക്കായി അതിനെ ഉറപ്പാക്കുകയും ചെയ്യുന്നവരെയാണ്. അവർ തങ്ങളുടെ മക്കൾക്കും ഒരു വഴികാട്ടിയാണ്. പലരും തങ്ങളുടെ തലമുറകളെ നിത്യജീവൻ്റെ പാതയിലേക്ക് വഴിയൊരുക്കി കൊടുത്തവരാണ്. തങ്ങളുടെ കാലഘട്ടത്തിൽ അതുവരെ ഉണ്ടായിരുന്ന തെറ്റായ ജീവിത ശൈലിക്ക് മാറ്റം വരുത്തിയവരാണ്. അബ്രഹാം ബൈബിളിലെ ഒരു ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ കാലം മുതൽ തൻ്റെ തലമുറ ജീവനുള്ള ദൈവത്തെ അറിയുന്നവരായി ലോകത്തിൽ നിലകൊണ്ടു. നമുക്കും ഇതുപോലെ ദൈവിക ജ്ഞാനം കൈക്കൊണ്ട് നിത്യതയിലേക്കുള്ള ജീവയാത്രയ്ക്ക് വഴിതെളിക്കാം. ഈ ലോകത്തിൽ മാനിക്കപ്പെട്ടില്ലെങ്കിലും വരും തലമുറ നിത്യതയിലെത്തും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.